ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദ് നാഥാനോട് പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. സത്യമായ പശ്ചാത്താപത്തിൻ്റെ ഒരു ഏറ്റുപറച്ചിലാണ് നാം കാണുന്നത്. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഏറ്റുപറഞ്ഞു, ഉപേക്ഷിച്ചു. ദാവീദ് നാഥാനോട് പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നാഥാൻ ഒരു വാക്ക് പറയുന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് കിട്ടാതെ മിണ്ടാൻ പറ്റുകയില്ലല്ലോ. ദൈവത്തിൻ്റെ അരുളപ്പാടാണ് പ്രസ്താവിക്കുന്നത്. ഒരക്ഷരം തെറ്റാൻ പാടില്ല. സ്വർഗത്തിൽ നിന്ന് ലഭിക്കാതെ ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുകയില്ല. ദൈവത്തിൽ നിന്ന് ഉടനെ മറുപടി കിട്ടി. നിത്യനായ ദൈവം നാഥാൻ പ്രവാചകൻ നാവിൽ കൂടി സംസാരിച്ചു. പറഞ്ഞതാണ്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. ഈ ഒരു വാക്ക് കേൾക്കാൻ ഇടയാകുന്നത് എന്തൊരു ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് കേൾക്കാൻ ഇടയാകുക, പാപം മോചിച്ചു കിട്ടിയെന്ന് കേൾക്കാൻ ഇടയാകുക, പാപം കഴുകി തന്നിരിക്കുന്നു എന്ന് കേൾക്കാൻ ഇടയാകുക, പാപങ്ങൾ കർത്താവ് പുറത്തു തന്നിരിക്കുന്നു എന്ന് കേൾക്കാൻ ഇടയാകുക. എന്തൊരു ഭാഗ്യ പദവി അത്! എന്തൊരു വലിയ അനുഗ്രഹം! ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം പാപമോചനം കിട്ടുക എന്നുള്ളതാണ്. കഴിഞ്ഞകാല ജീവിതം മുഴുവൻ കഴുകി കിട്ടുക എന്നുള്ളത്. ഈ നിമിഷം വരെ വന്ന സകല പാപങ്ങളും മായിച്ചു കളഞ്ഞു എന്ന് ദൈവത്തിൻ്റെ ഒരു വചനം കിട്ടിയാൽ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ ഒരു വചനം കിട്ടിയാൽ എന്തെന്ത് അത്ഭുതങ്ങൾ നടക്കും മനുഷ്യ ജീവിതത്തിൽ. രോഗങ്ങൾ മാറും, ശാപങ്ങൾ മാറും, ഭൂതബാധകൾ മാറും, മാനസിക ദൗർബല്യങ്ങൾ മാറും, മനസ്സിൻ്റെ ചിന്താക്കുഴപ്പങ്ങൾ മാറും, ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകൾ മാറും, കുടുംബത്തിൻ്റെ കേടുകളും കെടുതികളും മാറും, ജീവിതത്തിൻ്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും മാറും, സമാധാനവും ശാന്തിയും ഹൃദയത്തിലേക്ക് ഇരച്ചു കയറും. പ്രിയപ്പെട്ടവരെ, പാപമോചനം കിട്ടുക, ഇതുവരെയുള്ള ജീവിതത്തിലെ സകല കറകളും കഴുകി എന്നുള്ള ഉറപ്പ് കിട്ടുക, സ്വർഗത്തിലെ ദൈവം പാപം മോചിപ്പാൻ അധികാരമുള്ള നിത്യനായ ദൈവം അരുളി ചെയ്യുന്നു, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു, നീ മരിക്കയില്ല എന്ന് പറയുന്നു. എന്തൊരു ഭാഗ്യം! ദാവീദ് ആനന്ദം കൊണ്ടും സന്തോഷം കൊണ്ടും ദൈവത്തോടുള്ള നന്ദി കൊണ്ടും നിറഞ്ഞു. അപ്പോൾ പാടിയ സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. ദാവീദ് പാടുകയാണ്. എന്താണ് പാടുന്നത്? അത് നിങ്ങൾക്ക് പലർക്കും കാണാതറിയാവുന്ന സങ്കീർത്തനമാണ്. എന്താണ് പറയുന്നത്? 32-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദ് പറയുകയാണ്, അയ്യോ, ഞാൻ ഭാഗ്യവാനായി പോയി. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പാപങ്ങളെല്ലാം നിത്യനായ ദൈവം കഴുകി തന്നിരിക്കുന്നു, പാപമോചനം തന്നിരിക്കുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദ് 132-ാം സങ്കീർത്തനത്തിൽ കരഞ്ഞത് എന്താണ്? യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ എന്നാണ്. ദാവീദിനെയും സകല കഷ്ടതകളെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദാവീദ് കഷ്ടതകളെല്ലാം മാറി, ഹൃദയത്തിന് സ്വസ്ഥത കിട്ടി, കറകളെല്ലാം കഴുകപ്പെട്ടു. എന്തൊരു സന്തോഷം! സന്തോഷത്തിൻ്റെ മികവിലും തികവിലും ദൈവദാസൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സഹോദരങ്ങളെ, ദാവീദ് പറഞ്ഞ ആ വാക്കുകളുടെ പൊരുൾ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ പറയാമോ, കർത്താവേ, നീ ക്രൂസിൽ മരിച്ച
നിന്റെ നിസ്തുലയാകത്താൽ എൻ്റെ കറകൾ നീ കഴുകിയതിനായി നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. കരുണയുള്ള കർത്താവേ, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ നീ നിന്റെ രക്തത്താൽ കഴുകിയതിനാൽ നാഥ, നന്ദിയോട് നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. സ്നേഹം നിറഞ്ഞ യേശുവേ, നിന്റെ തിരക്തത്തിൻ്റെ മുദ്ര എനിക്ക് തന്ന് എൻ്റെ അകൃത്യങ്ങൾ മറച്ചു പിടിച്ചതിനാൽ കർത്താവേ, ഞാൻ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയ വിശുദ്ധന്മാർ പാടി നിൻ സ്തുതിയും ഹല്ലേലൂയ്യായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി അയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നേ, സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവെന്നേ, മൗനം മൃതിയാൽ ഞാൻ പോകും, നീക്കുക കൃപയാലൻ പാപം. കർത്താവേ, ഞാൻ വാസ്തവത്തിൽ നരകം മാത്രം അവകാശമായ മനുഷ്യനാണ്. നരകം താൻ എൻ അവകാശം. ഞാൻ നരകത്തിലേക്ക് പോകേണ്ടവനാണ്, ഞാൻ നരകത്തിലേക്ക് പോകേണ്ടവളാണ് എൻ്റെ കർത്താവേ. എന്നാൽ നരകത്തിൻ്റെ ഭീകരമായ യാതനയിൽ നിന്നും, നിത്യദണ്ഡനത്തിൽ നിന്നും, ഇറ്റേണൽ ടോർച്ചർ, നിത്യദണ്ഡനത്തിൽ നിന്നും എന്നെ നീ വിടുവിച്ച നിന്റെ കൃപ ഞാൻ ഓർക്കുമ്പോൾ കർത്താവേ, എനിക്ക് ഇടപെടാതെ നിന്നെ സ്തുതിച്ചേ മതിയാവൂ. സ്തുതിച്ച് സ്തുതിച്ച് കടം വീട്ടേണ്ടിയിരിക്കുന്നു. എങ്ങനെ? അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങളും നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ ദൂതന്മാർ സ്തുതിക്കുന്നത് പോലെ ഭൂമിയിൽ നിരന്തരം സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോൾ ഇടപെടാതെ കയറ്റുവാൻ നാം യോഗ്യരായി തീരേണ്ടതാണ്. സഹോദരങ്ങളെ, സ്തുതി, ഹല്ലേലൂയ, സ്തോത്രം, ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തമാണ്, ന്യായമാണ്. യുക്തവും ന്യായവുമാകുന്നു. സഹോദരങ്ങളെ, യുക്തവും ന്യായവുമായി ചെയ്യുവാൻ ഇന്ന് പലർക്കും മടിയാണ്, ലജ്ജയാണ്. സ്തുതിയെന്നോ സ്തോത്രമെന്നോ കേൾക്കുമ്പോൾ അലർജി ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതിൻ്റെ നേരെ അവഗണനയും അറപ്പും വെറുപ്പും പ്രദർശിപ്പിക്കുന്ന അല്ലെങ്കിൽ കരുതുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായും നിങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടി എന്നുള്ള ഉറപ്പ് നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് നന്ദി നിങ്ങളുടെ ഹൃദയത്തിൽ ഉറന്നു വരും. ആ നന്ദിയുടെ സ്തുതിയും സ്തോത്രവും നിങ്ങൾ ദൈവസന്നിധിയിൽ കരയറ്റാൻ തുടങ്ങും. സ്തുതി അത് ബലമാണ്, സ്തുതി അത് ആരാധനയാണ്, സ്തുതി അത് നമ്മുടെ ശക്തിയാണ്, സ്തുതി അത് നമ്മുടെ നന്ദിയാണ്, സ്തുതി അത് നമ്മുടെ സ്നേഹമാണ്, സ്തുതി അത് നമ്മുടെ സന്തോഷമാണ്, സ്തുതി അത് ഹൃദയത്തിൻ്റെ ശാന്തിയാണ്, സ്തുതി അത് കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ്, സ്തുതി ആ സ്തുതി ഇറങ്ങുന്നത് എവിടെയെല്ലാം ഇറങ്ങുന്നോ അവിടെയെല്ലാം അനുഗ്രഹത്തിൻ്റെ മികവാണ്, തികവാണ്, സന്തോഷ സമൃദ്ധിയാണ്, ആനന്ദത്തിൻ്റെ കേളീരംഗമാണ്. ദൈവത്തിന് സ്തോത്രം, സ്തുതി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ദാവീദ് സ്തുതിക്കാൻ തുടങ്ങി. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് ദാവീദ് പിന്നെ ചില വാക്കുകൾ പറയുന്നുണ്ട്. അത് ഒന്ന് കേൾക്കൂ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പാപം ഏറ്റു പറയാൻ മടിച്ചപ്പോൾ എന്നർത്ഥം. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ, എൻ്റെ പാപം തുറന്നു പറയാൻ മടിച്ചപ്പോൾ, എൻ്റെ പാപം തുറക്കാൻ ഞാൻ ലജ്ജിച്ചപ്പോൾ, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അയ്യോ, എൻ്റെ പാപം ഏറ്റുപറയാൻ ഞാൻ മടിച്ചു, പാപം തുറന്നു കളയാൻ ഞാൻ മടിച്ചു, പാപം ഉപേക്ഷിക്കാൻ ഞാൻ സംശയിച്ചു, വേണ്ട എന്ന് വിചാരിച്ചു. അന്ന് എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. നിത്യമായ ഞരക്കം എന്നെ പിടികൂടി. മാത്രമല്ല, രാവും പകലും എൻ്റെ ദൈവമേ, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. നിന്റെ കൈ, നിന്റെ വചനം എനിക്ക് ഭാരമായിരുന്നു.
വചനം കേൾക്കുന്നത് തന്നെ എനിക്ക് വലിയ അരോചകമായി തീർന്നു, എനിക്ക് പ്രയാസമായി തീർന്നു. വചനത്തോടുള്ള മധുരം പോയി, വചനം കേൾക്കാനുള്ള ആഗ്രഹം പോയി, പ്രവാചകന്മാരോട് അകൽച്ചയായി, ദൈവമക്കളെ കാണുന്നത് തന്നെ വിരസതയായി. മുൻപെല്ലാം ദൈവമക്കളെ കാണുമ്പോൾ ആരവത്തോടെ സ്തുതിച്ചിരുന്ന ഞാന്, സന്തോഷത്തിന്റെ ആരവാരത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയിരുന്ന ഞാന്. എന്നാൽ ഇപ്പോൾ ദൈവമക്കളെയും അവർ പറയുന്ന വചനത്തെയും എനിക്ക് ഒരു തരത്തിൽ ഒരു അവജ്ഞയോ അറപ്പോ വെറുപ്പോ ആയി മാറി. നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ലിവിംഗ് ബൈബിളിലെ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം കാണുന്നത്. There was a time when I wouldn't admit what a sinner I was. എനിക്കൊരു കാലമുണ്ടായിരുന്നു. There was a time when I wouldn't admit what a sinner I was. ഞാൻ എന്ത് പാപിയാണെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യാത്ത ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ഞാനൊരു മഹാഭാവിയാണ്, മഹാഭാവം ചെയ്തു പോയി എന്ന് ഞാൻ അംഗീകരിക്കുകയോ ഞാൻ സമ്മതിക്കുകയോ ചെയ്യാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നു. പാപത്തെ ഓർത്ത് അനുഭവിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. ഞാൻ മിണ്ടാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. There was a time when I wouldn't admit what a sinner I was. But my dishonesty made me miserable. ഞാൻ സത്യസന്ധതയോടെ പാപം ഏറ്റുപറയാൻ മനസ്സില്ലാതെ ഞാൻ അത് മറച്ചു വെച്ചതായ സമയങ്ങൾ ഞാൻ വല്ലാതെ മിസറബിൾ കണ്ടീഷനിലാക്കി. ബട്ട് മൈ ഡിസോണസ്റ്റി മെയ്ഡ് മീ മിസറബിൾ. വലിയ കഷ്ടതയിലായി, വലിയ ദുരിതത്തിലായി. പാവം ഏറ്റുപറയാത്ത സമയങ്ങൾ ഞാൻ ഞരക്കത്തിൽ വലഞ്ഞു, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ആൻഡ് ഫിൽഡ് മൈ ഡേയ്സ് വിത്ത് ഫ്രസ്ട്രേഷൻ. എനിക്ക് നിരാശ വന്ന് കയറി. എൻ്റെ ദിവസങ്ങൾ മുഴുവനും ഫ്രസ്ട്രേഷനിലായി, എൻ്റെ ദിവസങ്ങൾ മുഴുവൻ ആശാഭംഗത്തിലായി, എൻ്റെ ദിവസങ്ങൾ മുഴുവൻ വലിയ യാതനയിലായി. മൈ ഡിസോണസ്റ്റി മേഡ് മീ മിസറബിൾ ആൻഡ് ഫിൽഡ് മൈ ഡേയ്സ് വിത്ത് ഫ്രസ്ട്രേഷൻ. All day and night your hand was heavy on me. എൻ്റെ ദൈവമേ, പകലും രാവും, all day and night, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഹെവി ആയിരുന്നു. ഹെവി ബേർഡൻ പോലെ, വലിയ ഘനമേറിയ ഭാരമേറിയ ചുമട് പോലെ നിന്റെ കൈ എനിക്ക് അനുഭവപ്പെട്ടു. നിന്റെ വചനം എനിക്ക് അനുഭവപ്പെട്ടു. ദൈവത്തിൻ്റെ കൈ എന്ന് വേദപുസ്തകത്തിൽ കാണുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ വചനമെന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവർക്ക് സഹായകമായിരിക്കും. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. All day and night your hand was heavy on me. My strength evaporated like water on a sunny day. നല്ല വെയിലുള്ള ദിവസം, വേനൽക്കാലത്ത് നല്ല ഊഷ്മളമായ വെയിലുള്ള ദിവസം, വെള്ളം ആവിയായി പോകുന്നത് പോലെ എൻ്റെ കർത്താവേ, എൻ്റെ ശക്തി അങ്ങ് ബാഷ്പീകരണം സംഭവിച്ചു, ശക്തി അങ്ങ് ക്ഷയിച്ചു പോയി. മൈ സ്ട്രെങ്ത് ഇവാപ്പറേറ്റഡ് ലൈക്ക് വാട്ടർ ഓൺ എ സണ്ണി ഡേ. വെള്ളം വെയിലുള്ള ദിവസം ആവിയായി പോകുന്നത് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി മുഴുവനും ക്ഷയിച്ചു പോയി. പാപം ഏറ്റുപറയാതിരുന്ന കാലത്ത്, പാപം തുറന്നു പറയാതിരുന്ന കാലത്ത്, പാപം ഉപേക്ഷിക്കാത്ത കാലത്ത്, മൈ സ്ട്രെങ്ത് ഇവാപ്പറേറ്റഡ് ലൈക്ക് വാട്ടർ ഓൺ എ സണ്ണി ഡേ. നല്ല സൂര്യപ്രകാശമുള്ള നല്ല വെയിലുള്ള ദിവസത്തിൽ വെള്ളം ബാഷ്പീകരിച്ചു പോകുന്നത് പോലെ, ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നത് പോലെ, വെള്ളം ആവിയായി പോകുന്നത് പോലെ എൻ്റെ ശക്തി ക്ഷയിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. Until I finally admitted all my sins to you. ദൈവത്തിന് സ്തോത്രം. അവസാനം ഞാൻ until I finally admitted, ദൈവത്തിന് സ്തോത്രം, ഞാൻ എല്ലാം ഏറ്റുപറഞ്ഞു. ഏറ്റുപറയുന്നത് വരെ ഞാൻ വലഞ്ഞു. Until I finally admitted all my sins to you. ഞാൻ എല്ലാ പാപങ്ങളും നിന്നോട് തുറന്ന് പറയുന്നത് വരെ ഞാൻ വലഞ്ഞു പോയി കർത്താവേ. ദാവീദ് പറയുകയാണ്, എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ സമയത്ത് നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം പറയട്ടെ, പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്വസ്ഥതയാണ്, വലിയൊരു ഈസാണ്, വലിയൊരു ശാന്തതയാണ്, വലിയൊരു സമാധാനമാണ്. ആ പാപം വേണ്ട എന്ന് വെക്കുമ്പോൾ, വന്നുപോയ പാപം കർത്താവ് രക്തത്താൽ കഴുകിയെന്ന് ഉറപ്പ് കിട്ടുമ്പോൾ എന്തൊരു സുഖമാണെന്നോ. അതിന് സഹോദരങ്ങളെ, ഞാൻ എന്നും പറയുന്നു, ഇന്നും പറയട്ടെ, നിങ്ങളതിന് സഭ മാറണ്ട. പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഈ ശാന്തത കിട്ടാൻ ആരും സമുദായം മാറണ്ട, ആരും സഭ മാറണ്ട, ആരും മതം മാറണ്ട, ആരും ജാതി മാറണ്ട, ആരും കൂട്ടായ്മ മാറണ്ട. ഹൃദയം മാറും, ഹൃദയം ദൈവം മാറ്റും. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തെ മാറ്റി തീർക്കും, നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തരും. സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.
നിങ്ങളുടെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാകും, മാനസാന്തരമുണ്ടാകും, മനസ്സ് മാറും, ഹൃദയം മാറും, ചിന്ത മാറും, നിങ്ങളുടെ ആലോചന മാറും, നിങ്ങളുടെ നിരൂപണം മാറും, നിങ്ങളുടെ മനോരാജ്യം മാറും, നിങ്ങളുടെ ആഗ്രഹം മാറും, നിങ്ങളുടെ വികാരം മാറും, നിങ്ങളുടെ വിചാരം മാറും, നിങ്ങളുടെ ചിന്താഗതികൾ മാറും, നിങ്ങളുടെ മനോഭാവം മാറും, നിങ്ങളുടെ ആക്ഷൻസ് മാറും, നിങ്ങളുടെ റിയാക്ഷൻസ് മാറും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ് മാറും. എൻ്റെ ദൈവമേ, നിങ്ങളുടെ നേച്ചർ മാറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയരെ ഈ മധുരമനോഹരമായ അനുഭവം? ദൈവത്തിന് സ്തോത്രം. സ്വഭാവം മാറ്റുന്ന ക്രിസ്തു, പ്രകൃതി മാറ്റുന്ന ക്രിസ്തു. സഹോദരങ്ങളെ, നമ്മുടെ പൂർവ്വ പിതാക്കന്മാരിൽ നിന്ന് അങ്ങനെ തലമുറകളായി നമ്മുടെ മേൽ പകർന്നു വന്നതായ രക്തമില്ലേ, രക്തത്തിൻ്റെ ബന്ധത്തിൽ രക്തത്തിലുള്ളതായ കലർപ്പില്ലേ, ആ രക്തം മാറിയിട്ട് യേശുവിൻ്റെ തിരുരക്തം നമ്മുടെ സിരകളിലൂടെ ഒഴുകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ സിരകളിലൂടെ ഒഴുകും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമ്മുടെ സിരകളിലൂടെ ഒഴുകാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ നാം ചൂടുപിടിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ നമ്മുടെ ഹൃദയം സ്നേഹത്തിൻ്റെ തീജ്വാലയായി മാറും. സ്നേഹത്തിൻ്റെ തീജ്വാല. ഓ എൻ്റെ ദൈവമേ, എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ പാവപ്പെട്ട ഞാൻ ഈ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. സ്നേഹത്തിൻ്റെ തീജ്വാല. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ തീ കത്തും പ്രിയരെ. വഴക്കടിച്ചിരിക്കുന്നവരെ ഇണക്കമാകും, വഴക്ക് മാറും. പിണങ്ങിപ്പോയവരെ ഇണങ്ങും. മാസങ്ങളോ വർഷങ്ങളോ ആയി പിണങ്ങിയിരിക്കുന്ന ഭാര്യയും ഭർത്താവും അടുത്തു വരും, ഐക്യം വരും, മാനസാന്തരം വരുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അകന്നുപോയവരടുക്കും, ഭിന്നിച്ചു പോയവർ ഒന്നിക്കും. വൈരാഗ്യമായിരിക്കുന്നവര് വൈരാഗ്യം മറക്കും പ്രിയരെ. ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗിവിംഗ്, അതാണ് ക്രൂസിലെ സ്നേഹം. ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗിവിംഗ്, മറക്കുന്നു, പൊറുക്കുന്നു. കഴിഞ്ഞ കാലത്ത് നാം മൂലം ആർക്കെങ്കിലും വേദന വന്നു, അത് പോയി മാപ്പ് ചോദിക്കുന്നു, അത് ഏറ്റുപറയുന്നു. ഇതാ നൊമ്പരം മാറുന്നു, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം വരുന്നു, മാനസാന്തരം, കുടുംബത്തിൽ ഐക്യം വരുന്നു. ഇതുവരെയും മാതാപിതാക്കളോട് ധിക്കാരമായി പെരുമാറിയ മക്കൾ, അപ്പനെയും അമ്മയും അനുസരിക്കാത്ത മക്കൾ, അവരനുസരണമുള്ളവരായി മാറുന്നു. ഭർത്താവിന് കീഴ്പ്പെടാത്ത ഭാര്യ, അവൾ സ്നേഹത്തിൻ്റെ കീഴ്പ്പെടലും സ്നേഹത്തിൻ്റെ വിനയവും സ്നേഹത്തിൻ്റെ സൗമ്യതയും കൈക്കൊള്ളുന്നതായി മാറുന്നു. ഭാര്യയെ മദ്യപിച്ചും തല്ലുന്ന ഭർത്താവ് മദ്യപാനം വിടുന്നു, ദുശ്ശീലങ്ങൾ വിടുന്നു, കൊള്ളരുതാത്ത ബന്ധങ്ങൾ വിടുന്നു, അഴുക്കായ പ്രേമബന്ധങ്ങളിൽ നിന്ന് മാറുന്നു, ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു, കുടുംബത്തിൽ ഐക്യം കൈവരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു സ്നേഹം! സ്നേഹം കത്താൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ. അത് വേദപുസ്തകവുമായി കൂട്ടായ്മയിൽ വരുമ്പോൾ മാത്രമല്ല, പ്രാർത്ഥിക്കാൻ പള്ളിയിൽ വരുമ്പോൾ മാത്രമല്ല, പ്രാർത്ഥനയുടെ പേരിൽ ഫെയ്ത്ത് ഹോമിലെത്തുമ്പോൾ മാത്രമല്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അത് ജീവിതമാകമാനം ആ സ്നേഹം അങ്ങ് നിറയും. യേശു തമ്പുരാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തോടെടുത്തത് വായിക്കാം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നെല്ലാവരും അറിയും. പറയണ്ട, ജീവിതത്തിൽ ഈ സ്നേഹം പ്രസരിച്ചു കൊണ്ടിരിക്കും. ജീവിതത്തിൽ, ഹൃദയത്തിൽ ഈ സ്നേഹം കത്തിക്കൊണ്ടിരിക്കും. സ്നേഹത്തിൻ്റെ ദീപം. സ്നേഹം മുഴുവൻ സ്നേഹത്തിലാണ് പ്രിയരെ. അത് ജഡസ്നേഹമല്ല, അത് ആത്മാവിൻ്റെ സ്നേഹമാണ്. അത് ഭോഗലാലസയുടെ സ്നേഹമല്ല, ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള സ്നേഹമല്ല, ജഡീക ഇമ്പങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമല്ല. ആ സ്നേഹം ആത്മീയ സ്നേഹമാണ്. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു വരുന്ന സ്നേഹമാണ്. തെറ്റുകൾ പൊറുക്കുന്ന സ്നേഹമാണ്. എതിരാളികളെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഉപദ്രവിച്ചവരെ അങ്ങോട്ട് ഉപകാരം ചെയ്യുന്ന സ്നേഹമാണ്. നമ്മെ കളിയാക്കിയവരും പരിഹസിച്ചവരുമായവരോട് പരാതിയില്ലാത്ത സ്നേഹമാണ്. നമ്മെ ഉപദ്രവിച്ചവര്, നമ്മുടെ പ്രൊമോഷൻ മുടക്കിയവര്, നമ്മുടെ വഴി മുടക്കിയവര്, നമുക്ക് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്തവര്, നമ്മുടെ ഗതിയെ പലതരത്തിൽ ബാധിച്ചവര്, പലതരത്തിൽ നമുക്ക് ഉപദ്രവം ചെയ്തവര്, അവരോടൊന്നും പരാതിയില്ലാതെ പരിഭവമില്ലാതെ സ്നേഹിക്കുന്ന സ്നേഹം. എൻ്റെ കർത്താവേ, ഇത് വാക്കുകളിൽ മാത്രം തങ്ങിപ്പോകല്ലേ, ജീവിതത്തിൻ്റെ ഏടുകളിലേക്ക് പകർന്നു വരണമേ. വാക്കുകളിലും പ്രസംഗത്തിലും മാത്രം നിൽക്കല്ലേ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ സ്നേഹത്തിന് കൊതിയുണ്ടോ? നിങ്ങൾക്ക് ഈ മാനസാന്തരത്തിന് കൊതിയുണ്ടോ? പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ചു കൊള്ളുവീൻ. പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ചു കൊള്ളുവീൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിന് 30-ാം വാക്യം പറയും, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്
ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണത്. എന്താണ് കൽപ്പന? അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അറിവില്ലാതെ പലതും സംഭവിച്ചു, അറിഞ്ഞുകൊണ്ടും പലതും സംഭവിച്ചു. അറിഞ്ഞുകൊണ്ടല്ലേ മാതാപിതാക്കളോട് ധിക്കാരമായി പെരുമാറിയത്? അറിഞ്ഞുകൊണ്ടല്ലേ അമ്മയെ തൊഴിച്ചു വീഴിച്ചത്? അറിഞ്ഞുകൊണ്ടല്ലേ അപ്പനെ തള്ളിക്കളഞ്ഞത്, തള്ളി ഇറക്കി വിട്ടത്? അറിഞ്ഞുകൊണ്ടല്ലേ മക്കൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ പോയത്? അറിഞ്ഞുകൊണ്ടല്ലേ ഭർത്താവിനെ അവഗണിച്ച് അന്യപുരുഷന്റെ കൂടെ പോയത്? അറിഞ്ഞുകൊണ്ടല്ലേ ഭാര്യയെ അല്പം പോലും ഗൗനിക്കാതെ സാധു സ്ത്രീയെ കണ്ണീരും കയ്യുമാക്കി തീർത്ത് ഇത് അന്യ സ്ത്രീയുടെ കൂടെ സുഖിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അറിഞ്ഞുകൊണ്ടല്ലേ പണം അപഹരിക്കുന്നത്? അറിഞ്ഞുകൊണ്ടല്ലേ കള്ളക്കണക്ക് എഴുതുന്നത്? പക്ഷേ ദൈവം പറയുന്നു, ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. മാനസാന്തരപ്പെടുവീൻ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് മാനസാന്തരപ്പെടുവീൻ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനോടൊരു വാക്ക് പറയുവീൻ. കർത്താവേ, ഇത്രയും കാലം പാപത്തിൻ്റെ അടിമയായി ജീവിച്ചു, എൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, സൂര്യപ്രകാശമുള്ള ദിവസം, വെയിലുള്ള ദിവസം വെള്ളം ആവിയായി പോകുന്നത് പോലെ എൻ്റെ ആന്തരിക ശക്തി മുഴുവൻ ക്ഷയിച്ചു പോയി കർത്താവേ. മുഴുവൻ ആവിയായി പോയി കർത്താവേ. എൻ്റെ വീര്യം നഷ്ടപ്പെട്ടു കർത്താവേ. എൻ്റെ വിശുദ്ധി പോയിപ്പോയി കർത്താവേ. എൻ്റെ സ്നേഹം വറ്റിപ്പോയി കർത്താവേ. എൻ്റെ സൽസ്വഭാവങ്ങളെല്ലാം തീർന്നുപോയി കർത്താവേ. ഒരു നല്ല പേരുണ്ടായിരുന്നു കർത്താവേ, എല്ലാം പോയി. നല്ല കുട്ടിയെന്ന്, നല്ല മനുഷ്യനെന്ന്, നല്ലൊരു സ്ത്രീ എന്ന് ചിലരെങ്കിലും അഭിപ്രായം പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കർത്താവേ. എല്ലാം പോയല്ലോ കർത്താവേ, എനിക്കൊന്ന് മടക്കിത്തരണമേ. നല്ല കാലങ്ങൾ മടക്കിത്തരണമേ. ആനന്ദ ഐശ്വര്യം എഴുന്ന മാസങ്ങളും അബ്ദങ്ങളും മടക്കിത്തരണമേ. ശോഭനകാലങ്ങൾ മടക്കിത്തരണമേ. ഭാവി ശോഭനമാക്കി തരണമേ. എൻ്റെ പാപങ്ങൾ കഴുകി തരണമേ. എൻ്റെ കേടുകളും കരുതികളും മാറ്റി തരണമേ. കടബാധ്യതയിൽ നിന്ന് എനിക്ക് ഉദ്ധാരണം തരണമേ. നാഥ, രോഗത്തിന്റെ ഭീകരമായ കൊടിയ ബാധയിൽ നിന്ന് എനിക്ക് ഒരു ഉദ്ധാരണം തന്ന് എനിക്ക് സൗഖ്യം തരണമേ. പൈശാചിക ബാധകൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് മാറ്റണമേ. എൻ്റെ കുടുംബത്തിൽ സ്നേഹം വസിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുമോ? ദൈവമക്കളെ, നിങ്ങൾ യേശുവോട് വാക്ക് പറയുമോ? യേശുവേ, ഇന്ന് വരെ ജീവിച്ചതുപോലല്ല ഈ നിമിഷം മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത്. യേശുവിനെ ആദരിച്ചും, യേശുവിനെ സ്നേഹിച്ചും, യേശുവിനെ പ്രസാദിപ്പിച്ചും, യേശുവിനെ ആരാധിച്ചും, യേശുവിൻ രണ്ടാമത്തെ വരവിനായി നോക്കി പാർത്തും ഒരു പുതിയ ജീവിതം ഞാൻ നയിക്കുന്നത്. ഇന്ന് മുതൽ വിശുദ്ധിയുടെ ജീവിതം, ഇന്ന് മുതൽ സ്നേഹത്തിന്റെ ജീവിതം, ഇന്ന് മുതൽ വിട്ടുവീഴ്ചയുടെ ജീവിതം, ഇന്ന് മുതൽ ക്ഷമയുടെ ജീവിതം, ഇന്ന് മുതൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ജീവിതം ഉടയവനെ ഞാനിതോ തീരുമാനമെടുക്കുന്നു. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക ദൈവത്തോട് പറയുകയും ദൈവജനമേ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും ദൈവജനമേ, ക്രിസ്തു നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ക്രിസ്തുവിന്റെ ഇരുകരവും നിങ്ങളുടെ ശിരസിൽ വയ്ക്കട്ടെ. ക്രിസ്തുവിന്റെ കരം നിങ്ങളെ ആശീർവദിക്കട്ടെ. നന്മകളാൽ നിങ്ങൾ നിറയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാസ്നേഹവാനായ ദൈവമേ, ഈ അനുഗ്രഹീത സമയത്തിനായി സ്തോത്രം. അവിടെ നിങ്ങളുടെ മധ്യത്തിലേക്ക് കനിഞ്ഞെഴുന്നള്ളി വന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും ഇപ്പോൾ അവിടെ നിന്ന് സന്ദർശിക്കണമേ. എല്ലാവരെയും തഴുകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലോടത്തെ അനുഗ്രഹത്തിൻ്റെ കരം വരണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തണമേ. രോഗങ്ങൾ മാറ്റണമേ കർത്താവേ. കടബാധ്യതകൾക്കൊരു നീക്കുപോക്ക് കൊടുക്കണമേ കർത്താവേ. ജപ്തി നോട്ടീസായി വലയുന്നവരുണ്ടല്ലോ കർത്താവേ. തൊഴിലില്ലാതെ അലയുന്നവരുണ്ടല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, പൈസയ്ക്ക് ഞെരുങ്ങുന്നവരുണ്ടല്ലോ കർത്താവേ. വിവിധ രീതിയിൽ ഭാരത്തോടെ ക്ലേശിച്ച് കഴിയുന്നവരുണ്ടല്ലോ കർത്താവേ. പൈശാചിക ബന്ധനത്തിൽ ഉലയുന്നവരുണ്ടല്ലോ കർത്താവേ. എല്ലാവരെയും സന്ദർശിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു മിശിഹാ മൂലം യാചിക്കുന്നു, കേൾക്കണം പിതാവേ. ആമീൻ.